എല്ലാവർക്കും നമസ്കാരം. BKM ടോക്സിലേക്ക് സ്വാഗതം. എത്ര വിചാരിച്ചാലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്തിടാൻ എന്നെ കൊണ്ട് സാധിക്കാറില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പാട്ട് ഏതാണെന്നറിയോ, സംഗീതമേ സല്ലാപമേ, 2 ഓഡിയോ വച്ചിട്ടു. അപ്പം തന്നെ 2ഉം ബ്ലോക്കായി. ഏതായാലും ഷോർട്സ് ഇട്ട് ജീവിക്കാൻ, ഈ ഷോർട്സ് അല്ല, യൂട്യൂബിൽ ഷോർട്സ് ഇട്ട് ജീവിക്കാൻ എന്നെ യൂട്യൂബ് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിടുന്നതെല്ലാം ബ്ലോക്കായി പോവാണ്. അപ്പോൾ അതെന്തും ആയിക്കോട്ടെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാണ്. ഓണം വരുന്നത് കൊണ്ട് ഒരു ഓണപ്പാട്ടിൻ്റെ കൊറിയോഗ്രാഫിയാണ്. ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്ര നല്ല സോങ്സ് ഒന്നും എനിക്ക് എല്ലാം വന്നില്ല. കിട്ടിയൊരു പാട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടാണ്. ആർക്കെങ്കിലും അത് പഠിച്ച് സ്റ്റേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. പിന്നെ അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. KS ചിത്ര പാടിയൊരു പാട്ടാണോ, അതുകൊണ്ട് നല്ലതാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 4 താളവട്ടം, 1 2 3 4 1 2 3 4 1, ഇങ്ങനെ 4 താളവട്ടം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരും. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റെപ്പ് ചെയ്യണം എന്നില്ല. നമ്മൾ ഇത് ഓണമായതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്താലും ഗ്രൂപ്പായിട്ട് ചെയ്താലും നമുക്ക് പോവാം. ഇപ്പോൾ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇരുന്നിട്ട് എൻ്റെ മുട്ടിരിക്കാൻ സമ്മതിക്കുന്നില്ല. 1 2 3 4 എഴുന്നേക്ക്. 1 2 3 4. പൂക്കൾ പറിച്ചു, പൂക്കൾ അവിടെ കൊണ്ടുവന്ന് പൂക്കളം ഇട്ടു. അതാണ് ഇപ്പോൾ നമ്മൾ അത്രയും നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്താൽ ആ ഭാഗം കഴിഞ്ഞു വെക്കോളും. കളവാണികൾ പാടി കരിവേണികളാടി കാലമുറക്കമുണർന്നെഴുന്നേറ്റതു കാണാൻ വരവായി. അതാണ് ആദ്യത്തെ വരി. കളവാണികൾ പാടി. ഈ കളവാണികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളവ് പാടുന്ന പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ ചുമ്മാ നാട്ടുവർത്താനമൊക്കെ പറയുന്നതായിരിക്കും ഉദ്ദേശം. കളവാണികൾ പാടി കളവാണികൾ പാടി കാർവരിവേണികളാടി കാലം ഉറക്കമുണർന്നെഴുന്നേറ്റ്, അങ്ങനെയല്ലേ പറയണേ? കാലമുറങ്ങിയുണർന്നെഴുന്നേറ്റത് എന്നാണ് പാടുന്നത്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഇത് ചെയ്യണമെന്നില്ല, താതേത് ചെയ്യണമെന്നില്ല. അപ്പം കളവാണികൾ പാടി കാർവരിവേണികളാടി കാലമുറങ്ങിയുണർന്നെഴുന്നേറ്റതു കാണാൻ വരവായി. കിട്ടിയോ? വരവായി. ഓക്കെ. പിന്നെ ഇടനെഞ്ചിൽ, അത് നമുക്ക് താതേത് എടുക്കാം. ഇടനെഞ്ചിൽ ഒരു സങ്കടമുണ്ട്. ആ സങ്കടം ഈ ഇടനെഞ്ചിലിരുന്നെൻ ചുടുനൊമ്പരമിന്നും. അപ്പം ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇതിനകത്ത് ചുടുനൊമ്പരമൊക്കെ എന്തിനാന്ന് എനിക്ക് അറിയാൻ മേല, പക്ഷെ പാട്ട് അങ്ങനെയല്ല കിടക്കണേ. അപ്പം ഇടനെഞ്ചിലിരുന്നും ചുടുനൊമ്പരം ഇന്നും, ഇടനെഞ്ചിലിരുന്നെൻ ചുടുനൊമ്പരമിന്നും വേദനയോടെ വിളമ്പുകയാണി പാൽപായസമേളം. ഒന്ന് കറങ്ങി വരിക. അപ്പോൾ സന്തോഷത്തിൽ തന്നെ കളിക്കാം നമുക്ക്. ജസ്റ്റ് ആ ലിറിക്കിൽ എന്താണെന്ന് എനിക്കറിയാം. ഒരു പക്ഷേ അന്നത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും ആ ലിറിക്ക് വന്നേക്കണത്. 2007 വർഷം മുമ്പ് വന്നേക്കണതാണ്. അപ്പം അന്ന് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വല്ല സാഹചര്യമാണോന്ന് അറിയില്ല. ആയിരിക്കും 2018. അത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഇതൊരു കേരളോത്സവം, പഴം പാട്ടു സാധകം, കടം കൊണ്ടൊക്കെ, അത് തന്നെയാണ്. അങ്ങനെ ആയിരിക്കണം മിക്കവാറും ഉദ്ദേശിച്ചേക്കണം. അപ്പം അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓണം ആയതുകൊണ്ട് സ്റ്റെപ്പ് എടുക്കാം അല്ലേ? 3 4. ഇതൊരു കേരളോത്സവം ഇത്രയും വരെ വരും. അപ്പോൾ താ തേ തേ താ ധി തേ തേ താ താ തേ തേ താ ധി തേ തേ താ. 2 ചാട്ടം ചാടിയിട്ട് ഒന്ന് കറങ്ങി വരിക. ഓക്കെ. വീണ്ടും കളവാണികൾ
ഒരു കയ്യിൽ ഹംസാസ്യം, ഒരു കയ്യിൽ അളപത്മം കേട്ടോ. അങ്ങനെ എടുത്തത് കാലമുണർന്നത് അത്രയും വരെ വരും. അപ്പോൾ ഇനി വരണം ബി ജിക്ക്. ഇതിൻ്റെ അടുത്ത പാട്ടിന് നമുക്ക് സ്റ്റെപ്പ് മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, എൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ വരണത് 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 2 3 4 1 2 3 4 2 3 4 3 4 2 3 4 അങ്ങനെ വന്നു. ഓക്കെ, എന്നിട്ടൊന്ന് മുമ്പിലേക്ക് ഒന്ന് വന്ന് ഇങ്ങനെ നോക്കണം, ഇങ്ങനെ കൈവച്ച് നോക്ക്. ഓക്കെ, അത്രയാണ് ബിറ്റ്. അപ്പോൾ അടുത്തത് ഇപ്പോൾ നമ്മളിങ്ങനെ വന്നിങ്ങനെ കണ്ടില്ലേ, ദെൻ ടക്ക് ആ മ്യൂസിക് തുടങ്ങുമ്പോൾ തന്നെ എടുക്കണം, അത് മറക്കരുത്. 1 2 3 4 1 2 3 4 1 2 3 4 2 3 4 നിന്നിട്ട് ധിത്ത് തൈ ധിത്ത് തൈ ധിത്ത് തൈ ധിത്ത് തൈ 1 2 3 4. ഉടനെ വരണം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2. ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. എന്നിട്ട് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇത്രയും വരും. മധു വീണുകരിഞ്ഞാലും അപ്പം അതിൽ പറയുന്നത് എന്താ വെച്ചാൽ അത് വീണു കരിഞ്ഞാലും, അതായത് മുമ്പ് പറഞ്ഞത് എന്തോ പഴയ കാലത്ത് അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീണു കരിഞ്ഞാലും ഇനിയും പൂച്ചൂടും മനസ്സുകൾ നിറയെ ശ്രുതി മധുര. ആദ്യത്തെ ഞാൻ എടുത്തിട്ട് അപ്പം മനസ്സുകൾ നിറയെ ശ്രുതി മധുരവുമായി പുലരികൾ തരുമൊരു പൊൻതിരുവോണം. അപ്പം കയറി വരിക, പുലരികൾ തരുമൊരു തിരുവോണം. തിരുവോണം പൂക്കൾ അല്ലെങ്കിൽ തിരുവോണം എന്നെടുക്കണം. അപ്പം പുലരികൾ തരുമൊരു തിരുവോണം. രണ്ടെണ്ണം തിരുവോണം അല്ലെങ്കിൽ തിരുവോണം എന്ന് പൂക്കളിട്ടാൽ മതി. വീണ്ടും കളവാണികൾ പാടി. അപ്പോഴത്തേനും തിരിഞ്ഞു വരണം കേട്ടോ. കാലമുണർന്നു. നിങ്ങളുടെ മോഹിനിയാട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റെപ്പില്ലേ? ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കും ഇനി അങ്ങനെയൊക്കെ. 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇങ്ങനെ കുലുക്കി പൂവെല്ലാം പറക്കി നമ്മുടെ കൊട്ടയിൽ ഇങ്ങനെ ഇട്ട് വച്ചിട്ട് തിരിഞ്ഞിങ്ങനെ നടക്കുമ്പം ഒരു പൂ നമ്മളെ വിളിക്കുകയാണെന്ന് മനസ്സിലായോ? പൂക്കളത്തിൽ വയ്ക്കാൻ. എന്തൊരു ഭാവന എൻ്റെ. അപ്പം നമ്മൾ ആ പൂവിനെ ഇങ്ങനെ നോക്കിയിട്ട് ശരി കേട്ടിട്ട് ചെന്ന് അതും കൂടെ പറിച്ച് ഇതിൽ വയ്ക്കുക. അത് എന്താണ് പൊലി പൂപ്പൊലി വന്നത്. അപ്പോൾ നമ്മളിതെടുത്തു ഇത് ഇത്രയും വരെ ചെന്നു അല്ലേ? ഉടനെ കൊട്ടയെ വിട്ടിരുന്നു കേട്ടോ. പൊലിയോ 1 2 3 4 ഇതവിടെ വച്ചിട്ട് ശരിക്കും ചാടി ഒന്ന് കുലുക്കി കൂടയിലേക്ക് മാക്സിമം ഇരുന്ന് പറക്കി ഇടണം കേട്ടോ. ആ പാട്ടിൻ്റെ കൗണ്ട് അനുസരിച്ച് ഇരുന്നെടുത്ത് അപ്പം നിറഞ്ഞ് കിട്ടി. 1 ഇങ്ങനെ 2 3 ആ കാല് ഇങ്ങനെ വയ്ക്കണം, ഇങ്ങനെ കുത്തി നിർത്തണം കേട്ടോ. നോക്കിയപ്പം നമ്മൾ മുഖം കൊണ്ട് കാണിക്കണമെന്ന് ഇതിങ്ങനെ എടുത്തിട്ട് നീ എന്നെ വിളിച്ചോ നമ്മൾ ചോദിക്കില്ലേ? പോവുക. പാവം പൂവ് അറിയുന്നില്ല അതിൻ്റെ കാലനാണ് നമ്മളെന്നുള്ളത്. പറിച്ച് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. വിളിച്ചപ്പോൾ വേറെ വല്ല വിശേഷം പറയാൻ വിളിച്ചായിരിക്കും. വച്ചു കറങ്ങി ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പൊലി പൂപ്പലി. ആ പൊലിയോ പൂപ്പലിക്ക് ഇപ്പോൾ ഞാൻ എന്തൊരു സ്റ്റെപ്പ് പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇതെടുക്കുക. 3 4 പൊലിയോ പൊലി പൂപ്പൊലിയോ പൊലിയോ പൊലി പൂപ്പൊലിയോ പൊലിയോ പൊലി പൂപ്പൊലിയോ കയറിയിട്ട്
വീണ്ടും നമ്മൾ ആ തിരുവോണത്തിൻ്റെ ഭംഗി കാണുന്ന രീതിയിൽ ഒന്ന് നിൽക്കുക. തിരുവോണത്തിൻ്റെ ഭംഗിയാണെന്നുള്ളത് ആൾക്കാർക്ക് തോന്നണം കേട്ടോ. മുഖത്തടി കിട്ടിയിട്ട് നിൽക്കണം, അങ്ങനെ നിൽക്കരുതെന്ന്. അപ്പം അത്രയും കഴിഞ്ഞില്ലേ, ഇനി അതിൻ്റെ ചരണം. ഓക്കെ, അപ്പം അടുത്തത് തന്നിലം കാണാൻ, അതായത് എൻ്റെ ഭൂമി അത് കാണാൻ തമ്പുരാൻ, ആര്? മഹാബലി തമ്പുരാൻ. അദ്ദേഹം വരുവാണെന്ന്, തമ്പുരാൻ വരുവാണ്. പിന്നെ നമ്മൾ തമ്പുരാൻ ഇങ്ങനെ വരണതൊന്ന് നടന്നിട്ട് പിന്നെ ഈ മണ്ണിൽ വന്നത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇടനെഞ്ചിലാണെന്ന് കാണിക്കണം കേട്ടോ. നമ്മുടെ നെഞ്ചിലാണ് ഭഗവാൻ വന്നത്, മഹാബലി വന്നത്, അല്ലാതെ പ്രത്യക്ഷത്തിലല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാൻ വരുമ്പോൾ പുഞ്ചിരി കണ്ണീർ, പുഞ്ചിരിയും കണ്ണുനീരും എല്ലാം തുമ്പപ്പൂക്കളായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഈ തിരുവോണ നാളിൽ എന്നാണ് പറയണത്. അപ്പം പുഞ്ചിരി കണ്ണീ അല്ല, അതെല്ലാം കൂടെ പുഞ്ചിരി കണ്ണീർ അതായത് കുറേ ആൾക്കാരുടെ, അപ്പം 1 2 3 4 1 2 1 2 3 4 1 2 ഇത് രണ്ടും ഇതും പിന്നെ തുമ്പപ്പൂക്കളായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഈ തിരുവോണ നാളിൽ എന്ന് മുമ്പിലേക്ക് കയറി വന്ന തിരുവോണ നാളിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പണ്ടത്തെ ഭരണം കാണാൻ പുറകിലേക്ക് നമ്മൾ കാണിക്കുക. അന്നത്തെ ഇങ്ങോട്ട് കൈകെട്ടി വന്നു, ഇങ്ങോട്ട് രാജാവ് വന്നു. ആ ഭരണം കാണാൻ നമ്മൾ പുതിയൊരു എന്താണ് മഹാബലിയെ അല്ലെങ്കിൽ അന്നത്തെ പുതിയൊരു കാലഘട്ടം ഉണ്ടാക്കുന്ന തിരുവോണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് 1 2 3 4 എടുത്തു, ഇങ്ങോട്ട് 1 2 3 4 എടുത്തു. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നു, ഉമ്മ എൻ്റെ പുറകെ എന്തൊക്കെയോ ചെയ്യുന്നു. സാരമില്ല, പോട്ടെ. സമയമില്ലാത്തതുകൊണ്ടാവും വേഗം വേഗം, കാരണം നമ്മുടെ ഫോട്ടോഗ്രാഫർക്ക് സിനിമ ഷൂട്ടിങ്ങിന് പോകാൻ സമയമല്ലോ. അപ്പോൾ ഇതിങ്ങനെ വച്ചു. എന്നിട്ട് ആ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെയൊന്ന് എടുത്തിട്ട് തിരുവോണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പുതിയ തിരുവോണം എന്ന് മുമ്പിലേക്ക് ഇതിങ്ങനെ വന്നിട്ട് കളവാണികൾ എന്ന് പറഞ്ഞ് വീണ്ടും വരും. അപ്പോൾ എടുത്തേ, അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കളവാണികൾ പാടി കാർക്കരിവേണികളാടി കാലം കാലമുണങ്ങു കാണാൻ. നമ്മളിനിയിപ്പോൾ നിങ്ങൾക്ക് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുമ്മി അടിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ 3 4 ഇടനെഞ്ചിലൊരുങ്ങൻ ഓക്കെ. അപ്പം ആ സ്റ്റെപ്പ് അങ്ങനെ തീരും. ഇനി അത് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇടനെഞ്ചിലും ഇതൊരു ഇതൊരു കേരളോത്സവം തരാരാര തദാ തദാ പിന്നെ കളവാണികൾ, അതായത് കളവാണികൾ പാടി കൈവേണികൾ. ഇത് നമ്മൾ ചെയ്യുമ്പോഴേ ഈ സാധാരണ ഭക്തിപ്പാട്ടുകളിൽ ചെയ്യണ പോലെയുള്ള അങ്ങനെ നമസ്തേ പറഞ്ഞ് എടുക്കരുത് കേട്ടോ. കളവാണികൾ പാടി ഇതിന് തിരുവാതിരയുടെ മൂട് കൊടുത്ത് അതങ്ങ് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ വല്ല ഓലക്കുടയൊക്കെ ചൂടി തുടക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓലക്കുടയൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് നിൽക്കാം. ഫസ്റ്റ് എൻട്രി അത് വെച്ചിട്ടാണെങ്കിൽ. അപ്പോൾ അതുകൂടെ ആ പാട്ട് തീർന്നു. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഇതനുസരിച്ചൊന്ന് ചെയ്യുക. ചെയ്തിടണം എന്ന് എനിക്കുണ്ട്, പക്ഷേ ഇത് KS ചിത്രയുടെ ഓഡിയോ ട്രാക്സിലൂടെ വന്ന സോങ്ങാണ്. ഉറപ്പായിട്ടും എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഓക്കെ,
സന്തോഷമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷമായോ ഗോപിയേട്ട? ശരി, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാം. ഇവരൊക്കെ ഒന്ന് സഹായിച്ചാലാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കാല് തീരെ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഞാൻ ഇവരുടെ കാല് പിടിക്കണം, എന്നാലാണ് എൻ്റെ കാല് വെച്ച് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും നിങ്ങൾ വീഡിയോ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. ഞാനൊരു ഓൺലൈൻ വരാം, എന്നിട്ട് വേണേൽ ഒരു ദിവസം ഇത് പറഞ്ഞു തരാം. ഓൺലൈൻ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ യൂട്യൂബിൽ ഓൺലൈൻ വരാൻ എനിക്ക് അറിയാൻ മേല. അതെങ്ങനെയാണ് എന്നാ ചെയ്യേണ്ടത്, അതെന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് വിവരമില്ലാത്തവൻ്റെ ഈ എന്താണ് നമ്മുടെ ആ ലിമിറ്റഡ് നോളജിനെ ക്ഷമിക്കുക, സഹിക്കുക. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് മീ. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പഠിക്കുക. സോ ഇപ്പോഴേ ഒരു അഡ്വാൻസ് ആയിട്ട് ഓണം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.